പി വി അൻവർ വീണ്ടും തന്റെ പഴയ തട്ടകത്തിലേക്ക് തിരിച്ചു പോരുന്നു. നിലമ്പൂർ എംഎൽഎ പി വി അൻവർ കോൺഗ്രസിലേക്ക് എത്താൻ നീക്കം നടത്തുന്നതായിട്ടുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. സംസ്ഥാനത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്റെ പഴയ തട്ടകത്തിലേക്ക് മടങ്ങിപ്പോകാൻ വേണ്ടി അൻവർ ശ്രമം നടത്തുന്നതായാണ് സൂചനകൾ. ഇതിനുവേണ്ടി അൻവർ ഡൽഹിയിലെത്തി മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി. കെ സുധാകരന്റെ പിന്തുണ അൻവറിനുണ്ടായി എന്നാണ് വിവരം. കൂടാതെ കെ സി വേണുഗോപാലുമായി അൻവർ കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് മുസ്ലിം ലീഗ് നേതാക്കളുമായും പിന്നീട് കെ പി സി സി അധ്യക്ഷനുമായും പി വി അൻവർ കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് UDF പ്രവേശനത്തിന് പി വി അൻവർ നീക്കം ഊർജിതമാക്കിയത്. അൻവർ ഇടതുമുന്നണിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കോൺഗ്രസിന്റെ ഭാഗമാകാനുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിന് മങ്ങലേറ്റത് ചേലക്കരയിലും പാലക്കാട്ടും ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിലാണ്. പി വി അൻവറിനെ UDFന്റെ പാളയത്തിൽ നിർത്തുക എന്നത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താല്പര്യമുള്ളൊരു വിഷയമാണ്. കാരണം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പി വി അൻവറിന്റെ ഭാഗത്തേക്ക് വോട്ട് മാറാതിരിക്കുകയും വോട്ട് സ്പ്ലിറ്റ് ആവാതിരിക്കുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെ പി വി അൻവറിനെ UDFൽ നിർത്തുക എന്നത് കോൺഗ്രസിനേക്കാൾ ഒരുപക്ഷെ താല്പര്യം അക്കാര്യത്തിലുള്ളത് ലീഗിൽ ഉണ്ടായിരുന്നു എന്നത് പലപ്പോഴും ലീഗ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് അത് വ്യക്തമായിട്ടുള്ള കാര്യമായിരുന്നു. എന്നാൽ അൻവറിനെ കൊണ്ടുവരാൻ ലീഗ് നേതൃത്വത്തിനും അനുകൂല സമീപനമല്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വം ഇടപെടുകയാണ് എങ്കിൽ ലീഗ് മയപ്പെട്ടേക്കുമെന്നാണ് അൻവറിന്റെ വരവിനെ സ്വാഗതം ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത്. എന്നാൽ അൻവറിനെ കോൺഗ്രസിലേക്ക് സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശനും മറ്റു ചില കോൺഗ്രസ് നേതാക്കൾക്കും താല്പര്യമില്ല എന്നതാണ് സൂചനകൾ. അതുകൊണ്ട് തന്നെ ഇവരുടെ നിലപാട് നിർണായകമായി മാറും. അൻവറിനെ DMK തള്ളിയതോടെ തൃണമൂൽ കോൺഗ്രസുമായും SP-യുമായും ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ വിജയിക്കാത്ത സാഹചര്യം ഉടലെടുത്തതോടെയാണ് കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങി വരാനുള്ള ശ്രമം അൻവർ നടത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഇടത് സർക്കാരിനെതിരെയും അൻവർ രൂക്ഷമായ വിമർശനം ഉയർത്തിയതിനെ തുടർന്നാണ് LDFന്റെ ഭാഗമായിരുന്ന സ്വതന്ത്ര MLA പി വി അൻവർ പുറത്തായത്. ഇടതുപക്ഷത്തിൽ നിന്ന് അകന്ന അൻവർ ആദ്യം DMKയിൽ ചേരാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. എന്നാൽ DMK ഇതിനോട് താല്പര്യം കാണിച്ചില്ല. പിന്നീട് തൃണമൂൽ കോൺഗ്രസുമായും SP-യുമായും ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഈ ചർച്ചകൾ ഒന്നും തന്നെ വിജയിക്കാത്ത സാഹചര്യം ഉടലെടുത്തതോടെ കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങി വരാനുള്ള ശ്രമം അൻവർ തുടങ്ങുകയായിരുന്നു.